വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് വരുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ കരിമേഘ പടലം അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഏഷ്യൻ മേഖലയിലെ വ്യോമഗതാഗതത്തെ അത് കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഡൽഹിയിൽ അല്ലെങ്കിൽ തന്നെ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് ഇന്ന് നടക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് പുറത്തുവരാൻ ഇരിക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ബൽറാം നെടുങ്ങാടി? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ വാർത്തകൾ ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്നുണ്ട്. അതിലേറ്റവും ഗുരുതര സ്വഭാവമുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഈ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം, ഹെയ്ലി ഗൊബി അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആഘാതം ഇന്ത്യയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അതിൻ്റെ മേഘപടലങ്ങൾ, കരിമേഘപടലങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ രാജസ്ഥാൻ അതിർത്തി മേഖലയിലൂടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ പടലങ്ങൾ ഉൾപ്പെട്ട മേഘം. അത് വ്യോമഗതാഗതത്തെ വലിയ തോതിൽ തന്നെ സൗത്ത് ഏഷ്യൻ മേഖലയിൽ ബാധിച്ചിരുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതത്തെയും ഇത് ബാധിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള വിമാനം റദ്ദാക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. രാത്രി തന്നെ നിരവധി വിമാനങ്ങൾ വൈകാൻ ഇത് ഇടയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ തന്നെ കരിയും പുകയും ഒപ്പം തന്നെ ചാരാവശിഷ്ടങ്ങൾ, അതിൽ ഈ ഗ്ലാസ് പൊടിപടലങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു കട്ടിയുള്ള മേഘം എന്നുള്ളത്. അത് വലിയ തോതിലുള്ള വ്യോമയാന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ DGCA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്ക് ഈ മേഘമുള്ള പ്രദേശം ഒഴിവാക്കി വേണം റൂട്ടുകൾ തയ്യാറാക്കാൻ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം അപകടകരമായ സാഹചര്യം ഈ മേഘങ്ങളിൽ ഉണ്ട്. ഈ ഗ്ലാസ് പൊടിപടലങ്ങൾ ഉൾപ്പെടെയുള്ളവ എഞ്ചിൻ തകരാറുകൾക്കുൾപ്പെടെ കാരണമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് DGCA നൽകിയിരിക്കുന്നത്. രാജസ്ഥാനിലേക്ക് പ്രവേശിച്ച് ഇന്ന് ഗുജറാത്ത് മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് ആ മേഘത്തിൻ്റെ ആഘാതമുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഹരിയാന, പഞ്ചാബ്, ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിലെ സംസ്ഥാനങ്ങളിൽ ഈ പൊടിപടലം എത്തും. ഏതാണ്ട് 14,000 അടി മുതൽ 45,000 അടി വരെ ഉയരത്തിലാണ് ഈ മേഘപടലം ഉണ്ടാവുക എന്നും അത് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിൽ കടുത്ത വായുമലിനീകരണം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഭാഗമായുള്ള പൊടിപടലങ്ങൾ കൂടി ഡൽഹിയിലെ ആകാശത്തേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിലെ 39-ൽ 20-ലേറെ ഈ മാപിനികളിലും അതീവ ഗുരുതരമായ സാഹചര്യം, 400-ന് മുകളിലാണ് വായു ഗുണനിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിലെ ധ്വജ പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ പ്രധാനമന്ത്രിയായിരിക്കും ഈ കർമ്മം നിർവഹിക്കുക. നിരവധി ആചാര്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.